ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. പൊരിച്ച കോഴിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതുപോലെ വലിയ വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ബിരിയാണിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കൻ ഇതുപോലെ വലിയ പീസാകുമ്പോൾ ഞങ്ങളിതിനെ മുറിച്ചിട്ടാടാറെന്ന്. അപ്പോൾ അതേപോലെ കണ്ടോ, ചിക്കൻ ഇതുപോലെ ഞങ്ങളിതിന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ മസാല ഒക്കെ നമ്മൾ ചേർക്കുമ്പോൾ അത് ചിക്കന്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വലിയ പീസ് ചിക്കൻ ആണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതേപോലെ വരഞ്ഞു വെച്ചിട്ട് ഉള്ള ചിക്കനാണ് കേട്ടോ അത്. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാൻ ഇത് ചിക്കൻ ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെയാണ്: 2 ചെറിയ ഉണ്ട വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഇത് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈ, അങ്ങനെ ഒരു പിടി കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു കൈ കൊണ്ട് ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോ ഇത് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും മുഴുവൻ കുരുമുളകും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കും. ഞാൻ ഇതൊക്കെ ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാണ്. ഇഞ്ചി വലിയ കഷ്ണമായ കാരണം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം. മുഴുവൻ കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വെച്ചാൽ ഒഴിച്ചു, അത്രേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പൊരിച്ച കോഴിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ടാ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. 2 ടീസ്പൂൺ ആണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കന് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കാണ്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഏകദേശം 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇതേ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ഈ മസാല പുരട്ടി വെച്ച് കൊടുക്കാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ പീസ്
ചിക്കനിലേക്കും ഞാൻ മസാല പുരട്ടി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിതിലെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിക്കൻ പീസുകളൊക്കെ വരഞ്ഞു കഴിഞ്ഞാൽ ഈ മസാല ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിത് ഒരു 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇതിനും കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മിനിമം 2 മണിക്കൂറേലും വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലാണ് ഞാൻ ഈ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിലാണ് വെക്കണത്. അപ്പൊ ഞാനിത് അടച്ചു വെക്കാണ്, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്. അപ്പൊ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാന് ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി ചിക്കൻ ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് മറിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ചിക്കൻ പീസ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് വീണ്ടും മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്. അപ്പൊ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിൽ എടുക്കാണ് കേട്ടോ. അപ്പൊ ഞാന് ബാക്കിയുള്ള ചിക്കൻ പീസൊക്കെ വറുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒരു പ്ലേറ്റിൽ നല്ലപോലെ ഗാർണിഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ പൊരിച്ച കോഴിയുടെ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. മായം ചേർക്കാണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ പൊരിച്ച കോഴി കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ ഒക്കെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. ഇതിനിപ്പം ഒരു സവാള സാലഡ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ച് നോക്കി നമുക്ക് ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.